ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ജപ്പീസ് ഫുഡ് വേൾഡ്. അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഏറ്റവും ട്രെൻഡിങ് ആയിട്ടുള്ളതും ഭയങ്കര കോസ്റ്റ്ലി ആയിട്ടുള്ളത് ദുബായ് കുനാഫ ചോക്ലേറ്റ് ആണ്. ട്രസ്റ്റ് മി ഗായ്സ്, എനിക്കിത് അടിപൊളി പെർഫെക്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ റെസിപ്പിയാണ് ഇന്ന് ഷെയർ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇതിന് വേണ്ടി നമ്മൾ എടുക്കേണ്ടത് ഒരു 100 ഗ്രാം പിസ്താച്ചിയോസ് ആണ്. ആദ്യം നമുക്ക് പിസ്ത ക്രീം ഉണ്ടാക്കാം. ഇതും ഭയങ്കര കോസ്റ്റ്ലിയാണ് കേട്ടോ. അപ്പോൾ ഇതുണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇതൊരു 5 മിനിറ്റ് നന്നായിട്ടൊന്ന് ബോയിൽ ചെയ്യുമ്പോഴത്തേക്കും ഇതിൻ്റെ തൊലിയൊക്കെ നന്നായിട്ടൊന്ന് പോയി കിട്ടും. അപ്പോൾ ഇതിന് മുമ്പ് നമുക്ക് ഇതിനകത്തൊരു വൈറ്റ് ക്രീം ആഡ് ചെയ്യാനുണ്ട്. അപ്പോൾ അതിന് വേണ്ടി ഒരു 60 ml മിൽക്കും പിന്നെ ഒരു ചെറിയ പീസ് വൈറ്റ് ചോക്ലേറ്റും കുറച്ച് പൗഡർ ഷുഗറും എല്ലാം കൂടിയിട്ട് നല്ല മെൽറ്റ് ആകുന്നവരെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ ഇത് മിക്സ് ആയി കഴിഞ്ഞിട്ട് നമ്മുടെ പിസ്താച്ചിയോസിൻ്റെ കൂടെ ഇത് അടിച്ചെടുക്കുമ്പോഴാണ് പിസ്ത ക്രീം റെഡി ആവുന്നത്. അപ്പോൾ നമ്മൾ നേരത്തെ ബോയിൽ ചെയ്യാൻ വെച്ചിരുന്ന പിസ്താച്ചിയോസ് എല്ലാം പുറത്തെടുത്തിട്ടുണ്ട്. ഇത് ഡ്രെയിൻ ചെയ്തിട്ട് നന്നായിട്ട് ഇതിനകത്ത് വെള്ളമൊക്കെ ഒന്ന് ഒപ്പി എടുത്ത് കളയുക. പിന്നെ ഒന്ന് കൈ വെച്ചെടുക്കുമ്പോൾ തന്നെ അതിൻ്റെ തൊലിയെല്ലാം പോയി കിട്ടും. ഇത് ഞാനൊരു ബ്ലെൻഡറിലിട്ട് നന്നായിട്ടൊന്ന് ക്രഷ് ചെയ്യാൻ പോവാണ്. ആദ്യം ഇത് മാത്രമായിട്ടൊന്ന് ക്രഷ് ചെയ്തതിന് ശേഷം നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ചേക്കുന്ന വൈറ്റ് ക്രീമുണ്ട് അതും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ആക്കി എടുക്കുക. നല്ല സ്മൂത്തായിട്ട് ബ്ലെൻഡ് ആക്കി എടുക്കാം. അത് കുറച്ച് ക്രഞ്ചി ആയിട്ട് കിട്ടണമെങ്കിൽ അതിനകത്ത് കുറച്ച് ഇങ്ങനെ ക്രഷായിട്ട് ഇങ്ങനെ കിടക്കുന്നതിനും ഒരു കുഴപ്പമില്ല. പിസ്ത ക്രീം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇത് ഈസി ആയിട്ട് തന്നെ നമുക്ക് വീട്ടിലുണ്ടാക്കാൻ പറ്റും. ഇതിൻ്റെ കളർ ചേർക്കുവാണെങ്കിൽ ഇത് ഓപ്ഷണലാണ്, വേണമെങ്കിൽ ചേർത്താൽ മതി. അപ്പോൾ ഇതും കൂടി ചേർത്ത് കഴിയുമ്പോഴത്തേക്കും നല്ലൊരു ഗ്രീൻ കളർ ഇതിന് കിട്ടും. അപ്പോൾ നമ്മുടെ പിസ്ത ക്രീം റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് കുനാഫ ഉണ്ടാക്കാം. അപ്പോൾ കുനാഫ ഡോ നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കാം, അല്ലെങ്കിൽ കടയിൽ നിന്ന് ഇങ്ങനെ വാങ്ങിക്കുകയാണെങ്കിൽ ഇതൊന്ന് ക്രഷ് ചെയ്തെടുക്കുക. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് സോട്ട് ചെയ്തെടുക്കുക. ബട്ടറിലിട്ട് നന്നായിട്ടൊരു ലൈറ്റ് ബ്രൗൺ കളർ ആകുന്നവരെ ഒന്ന് സോട്ട് ചെയ്തെടുക്കുക. അപ്പോൾ ഇത് കരിഞ്ഞു പോകാതെ സൂക്ഷിക്കണം കേട്ടോ, പെട്ടെന്ന് കരിഞ്ഞു പോകുന്ന സാധനമാണ്. അപ്പോൾ ഇത് ലൈറ്റ് ബ്രൗൺ ആവുന്ന വരെ തന്നെ നന്നായിട്ടൊന്ന് സോട്ട് ചെയ്തെടുക്കുക. അപ്പം കറക്റ്റായിട്ട് ഇത് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ കൂടെ നമ്മൾ നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള നമ്മുടെ പിസ്ത ക്രീമും കൂടെ ആഡ് ചെയ്യുക. ഇത്രയേ ഉള്ളൂ. താഹിനി ക്രീം ഇതിനകത്ത് വേണമെങ്കിൽ ആഡ് ചെയ്യാം, പക്ഷേ എനിക്ക് താഹിനി ക്രീം അത്ര ഇഷ്ടപ്പെട്ടില്ല. അതുകൊണ്ട് താഹിനി ക്രീം ഇല്ലാണ്ട് തന്നെ ഞാൻ പിസ്ത ക്രീം വെച്ചിട്ടാണ് ഈ ഒരു ഫില്ലിംഗ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ ഇത് കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് ഇതിനകത്ത് ഇടാം. ഇതിനകത്ത് ഇടുമ്പോഴത്തേക്കും ഒരു പെർഫെക്റ്റ്, അധികം മധുരം ഇല്ലാണ്ട് ആവശ്യത്തിന് മധുരമുള്ള ഒരു ഫില്ലിംഗ് ആയിട്ട് നമുക്ക് കിട്ടും. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് മാറ്റി വെക്കാം. അങ്ങനെ ഈ സംഭവം വൈറലായിട്ട് ഒരുപാട് കാലമായിട്ടോ. പക്ഷേ ഇതിനകത്ത് എത്ര കോസ്റ്റ്ലി ആണെങ്കിലും ആൾക്കാർക്ക് ഇഷ്ടപ്പെടുന്നൊരു റെസിപ്പിയാണിത്. ഇത് കഴിച്ച് നോക്കിയാലേ നമുക്കിതിൻ്റെ ഒരു വെർത്താണെന്നുള്ളത് മനസ്സിലാകത്തുള്ളൂ. അപ്പോൾ ഇത് ഞാൻ പിസ്ത ക്രീം മൊത്തം ഇതിനകത്ത് ഇട്ടിട്ടുണ്ട്. ഇതിട്ടിട്ട് ഇതിൻ്റെ കൺസിസ്റ്റൻസി നല്ല തിക്കായിട്ട് തന്നെ എടുക്കുന്നതായിരിക്കും നല്ലത്. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ നമ്മുടെ പിസ്ത കുനാഫ ഫില്ലിംഗ് ഇത് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഫില്ലിംഗ് റെഡിയായി. ഇനി നമുക്കൊരു ചോക്ലേറ്റ് മോൾഡ് എടുക്കുക. ഏത് മോൾഡായാലും ഒരു കുഴപ്പമില്ല. അപ്പോൾ ഞാനിത് വാങ്ങിച്ചേക്കുന്നത് ആമസോണിൽ നിന്നാണ്. അപ്പോൾ ഇതിനകത്ത് നമ്മൾ ചോക്ലേറ്റ് മെൽറ്റ് ആക്കിയിട്ട് ഇതിനകത്ത് ഒഴിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ആദ്യം തന്നെ വൈറ്റ് ചോക്ലേറ്റ് വെച്ചിട്ട് ഒരു ഡിസൈൻ ഞാനിവിടെ വെച്ചിട്ടുണ്ട്. പക്ഷേ കഷ്ടകാലത്തിന് എൻ്റെ വീഡിയോ അത് റെക്കോർഡായിട്ടില്ല കേട്ടോ. അപ്പം ഇതിനകത്ത് ആ ചോക്ലേറ്റ് എല്ലാം കൂടെ ഒഴിച്ചു കൊടുത്തതിന് ശേഷം എക്സസ് ആയിട്ടുള്ള ചോക്ലേറ്റ് ഒഴിച്ച് കളയുക. അതിന് ശേഷം ഇത് ഒന്ന് തണുപ്പിച്ചെടുക്കുക. അപ്പോൾ ഞാൻ എന്തായാലും 2 മോൾഡിലാണ് ഒഴിക്കാൻ പോകുന്നത്. ഇതിൻ്റെ ടേസ്റ്റ് എന്തായാലും അടിപൊളിയാവുമെന്ന് എനിക്കറിയാം, പക്ഷേ അതുകൊണ്ട് തന്നെ ഇത് തികയാതെ വരല്ലോ. അതുകൊണ്ട് ഞാൻ 2 മോൾഡ് ഇവിടെ എടുത്തിട്ടുണ്ട്. അപ്പോൾ ആദ്യത്തെ ഒരു കവറിംഗ് എന്ന് പറയുന്നത് കുറച്ച് തിന്നായിട്ടുള്ള കവറിംഗ് വേണം നമുക്ക് വേണ്ടത്. അതുകൊണ്ട് തന്നെ അതിനകത്ത് എക്സസ് ആയിട്ടുള്ളത് കളയുന്നതായിരിക്കും നല്ലത്, അല്ലെങ്കിൽ തിക്കായിട്ട് തന്നെ ഇരിക്കും. അങ്ങനെ ഞാൻ 2ാമത്തെ മോൾഡിനകത്തോട്ടും ഇത് ഒഴിച്ചു കൊടുക്കുകയാണ്. നമുക്ക് റൂം ടെമ്പറേച്ചറിൽ വെച്ചിട്ട് തണുപ്പിച്ചെടുത്താൽ മതി, അല്ലെങ്കിൽ പെട്ടെന്ന് തണുപ്പിച്ച് കിട്ടുവാണെങ്കിൽ ഫ്രിഡ്ജിനകത്ത് വെച്ചിട്ട് തണുപ്പിച്ചെടുക്കാം. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് സെറ്റായതിനു ശേഷം നമുക്ക് കുനാഫ ഫില്ലിങ് ഇതിൻ്റെ മുകളിൽ വെച്ച് കൊടുക്കാം. നല്ല ഈവനായിട്ട് ഇത് സ്പ്രെഡാക്കി കൊടുക്കുക. അപ്പോൾ ഇത് നല്ല രീതിയിൽ തന്നെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ അത് പെർഫെക്റ്റായിട്ട് അവിടെ ഇരുന്നോളും. ഇനി ഇതിൻ്റെ മുകളിലോട്ടാണ് നമ്മൾ അടുത്ത ലെയർ ചോക്ലേറ്റ് ക്രീം ഒഴിച്ചു കൊടുക്കാൻ പോകുന്നത്. ഞാനങ്ങനെ 2 മോൾഡിലും പിസ്ത കുനാഫ മിക്സ് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് മൊത്തം നമുക്ക് ചോക്ലേറ്റ് വെച്ചിട്ടൊന്ന് കവർ ചെയ്തെടുക്കാം. മൊത്തം കവറായതിനു ശേഷം ഇനി ഒന്നുമില്ല, ഇത് നന്നായിട്ടൊന്ന് ടാപ്പ് ചെയ്ത് ഷേപ്പ് വേണമെങ്കിൽ നന്നായിട്ട് പുറത്തുനിന്ന് വന്നിട്ട് ഒന്ന് സ്ക്രാപ്പ് ചെയ്തെടുക്കുകയാണെങ്കിൽ ഇത് നല്ല ഷേപ്പിൽ വരും. പക്ഷേ ഞാനൊന്നും നിൽക്കുന്നില്ല. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് ടാപ്പ് ചെയ്തതിന് ശേഷം നമുക്കിത് തണുക്കാൻ വേണ്ടിയിട്ട് ഫ്രിഡ്ജിൽ വെച്ച് കൊടുക്കാം. അപ്പം നന്നായിട്ട് ഉണങ്ങിയതിന് ശേഷം ഞാനിത് ഡിമോൾഡ് ചെയ്യാൻ പോവാണ്. ഫസ്റ്റ് ടൈമാണ് കേട്ടോ ഞാനിത് ചോക്ലേറ്റ് ഡിമോൾഡ് ചെയ്യാൻ പോകുന്നത്. എന്തായാലും നല്ല ഡിസൈൻസൊക്കെ കൂടി നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. എല്ലാവരും ഇത് വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇത് കറക്റ്റ് ഇതിൻ്റെ ടേസ്റ്റ് എങ്ങനെയാണെന്ന് എനിക്കൊന്നും അറിയത്തില്ല, പക്ഷെ ഞാൻ ഉണ്ടാക്കിയത് നല്ല അടിപൊളിയായിരുന്നു. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. ഇത് വൺസ് ഇൻ എ ലൈഫ് ടൈമെങ്കിലും നമ്മൾ കഴിച്ചിരിക്കേണ്ട ഒരു റെസിപ്പിയാണ് കേട്ടോ. പക്ഷേ ഞാൻ ഈ ബബിൾസ് ഉണ്ടായല്ലോ അതെനിക്ക് അത്ര കിട്ടിയിട്ടില്ല, കാരണം എൻ്റെ ബബിൾസിൻ്റെ കുഴപ്പമെന്ന് തോന്നുന്നു. അപ്പോൾ ഇത് പൊട്ടിച്ച് നോക്കിയപ്പോഴത്തേക്കും കറക്റ്റായിട്ട് എനിക്ക് ആ ഒരു കുനാഫ ഫില്ലിങ്ങോട് കൂടിയിട്ടുള്ള ചോക്ലേറ്റ് കിട്ടിയിട്ടുണ്ട്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. വീട്ടിൽ തന്നെ ഉണ്ടാക്കാൻ പറ്റും. എന്തായാലും നല്ലൊരു റെസിപ്പിയായിട്ട് വരുന്നവരെ ഇറ്റ്സ് ബൈ ഫ്രം ചിപ്പി.